ഹലോ ഫ്രണ്ട്സ് എന്ന് തോന്നിയെങ്കിൽ ഗംഭീരമായ ഒരു അപ്ഡേറ്റാണ്. നമ്മുടെ ബേസിൽ ജോസഫും ടൊവിനോ തോമസും വിനീത് ശ്രീനിവാസൻ അങ്ങനെ ഒട്ടുമിക്ക സ്റ്റാറുകളും കൂടി അഭിനയിക്കുന്ന പുതിയൊരു സിനിമയാണ് അതിരടി. കണ്ണ് തുറന്ന് എണീറ്റ് നോക്കുമ്പോഴേക്കും ഇതാ കിടക്കുന്ന ട്രെയിലർ. ഒരു ഒരു സൂചനയില്ല, നമ്മളതിനെ കുറിച്ച് സൂചന ഒന്നും കിട്ടിയില്ലായിരുന്നു. എന്തായാലും ട്രെയിലർ ഗംഭീരം എന്ന് വെച്ചാൽ റിയ ഷിബു ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ സർവമയ, അതിലെ നായികയായിട്ട് വരുന്നതാണോ ഇനി പ്രേതമാണോ നായിക എന്നൊന്നും അറിയത്തില്ല. ആ നമ്മുടെ പ്രേതം വരുന്ന പെൺകൊച്ചി നല്ല ക്യൂട്ടായിട്ടുള്ള പ്രേതം. ഇതുപോലൊരു പ്രേതം നമ്മുടെ വീട്ടിൽ വേണമെന്നുള്ള അങ്ങനെ ചിന്തിക്കാൻ പറ്റിയൊരു പ്രേതം. അപ്പോൾ അവരും കൂടിയാണ് ഈ സിനിമയിൽ നായികയായി വരുന്നത്. എന്തായാലും സിനിമയുടെ ഒരു ഗംഭീരമെന്ന് പറഞ്ഞാൽ ഒരു പക്ക ഒരു കൊമേഴ്ഷ്യലാണ്. അതിലേക്ക് കുറേ കോളേജിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ വരുന്നുണ്ട്. പിന്നെ ചട്ടമ്പിയെ വരുന്ന നമ്മുടെ ടൊവിനോ തോമസ് ഉണ്ട്. അങ്ങനെ കുറേ അധികം ഒരു ട്വിസ്റ്റും ടേണൊക്കെ ഉള്ള സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ട്രെയിലർ കാണുമ്പോൾ തന്നെ ജസ്റ്റ് ലൈക്ക് എന്താ പറയുക, ഒരു ടോപ്പ് ഗിയർ ഇട്ടും കൂടെ പോക്ക്, ഒരു ഹൈവേയിൽ സ്പീഡ് അടിച്ചില്ലേ അമ്മായിരുന്നു. തുടങ്ങിയപ്പോൾ അവസാനം വരും ഒരു ഐഡിയ ഇല്ല, ടേറ്റ് പൊട്ടുന്നു, പരിപാടി പോകുന്നു. അത്രയും സ്പീഡി ആയിട്ടുള്ളൊരു ട്രെയിലറാണ് ഞാൻ കണ്ടത്. അതെന്തായാലും ഈ ട്രെയിലറിൽ കണ്ട അതേ സ്പീഡ് തന്നെ ആയിരിക്കും സിനിമയിൽ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്ര മനോഹരമായിട്ടാണ് ഡയറക്ടർ ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് തോന്നുന്നു. അതിമനോഹരമായിട്ട് നല്ല അടിപൊളിയായിട്ട് ട്രെയിലറൊക്കെ തന്നെ. വേറെ എടുത്തു പറയേണ്ടത് തന്നെ ഇതിൽ പെർഫോമൻസ് ആണെങ്കിലും. ഇപ്പോൾ നമ്മളെപ്പോഴും അറിയാമല്ലോ ടൊവിനോയും ബേസിലും അപ്പം നല്ല ചങ്കും കരളാണെന്നുള്ള അറിയാം. പക്ഷേ അവർ പരസ്പരം അഭിനയിക്കുന്നു. അതിൽ വില്ലനായിട്ട് വരുന്നു ടൊവിനോ, അതിൽ തോറായിട്ടാണ് അഭിനയിക്കുന്നത്. തോറെന്ന ക്യാരക്ടറാണ് ആൾ ചെയ്യുന്നത് സ്വന്തം ബേസിൽ ജോസഫും. പിന്നെ വിനീത് ശ്രീനിവാസനും ഉണ്ട് ഇതിൽ. പിന്നെ ഇവരെന്താണ് ഇതിൻ്റെ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് നമുക്കൊരു ചെറിയൊരു ക്ലൂ പോലും കിട്ടിയിട്ടില്ല. കാരണം എന്തായാലും ഇയാളൊരു ചട്ടമ്പിയാണ്, അങ്ങനെ ഒരു ആക്ടിവിറ്റീസ് എന്തോ തോറിൻ്റെയും ഒരു ഐഡിയ ഇല്ല. ആൾ കോളേജ് കാണിക്കുന്നത്, ആൾ പുറത്ത് കാണിക്കുന്നുണ്ട്, പരിപാടി ചെയ്യാൻ പോകുന്നതൊക്കെ പറയുന്നത്. പക്ഷേ ഭയങ്കര രസമുണ്ട് കാണാൻ, ഒരു രസമൊക്കെ ഉണ്ട്. പിന്നെ റിയ ഷിബു അറിയാമല്ലോ, ഷീസ് എ ഗുഡ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് പെൺകുട്ടി ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ സർവ്വമായിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയം നല്ല രസമാണ് കാണാൻ. എക്സ്പെഷ്യലി എനിക്ക് ആ പെൺകുച്ചിൻ്റെ ഇഷ്ടപ്പെട്ട നല്ല അടിപൊളി സൗണ്ടാണ്. ആ സൗണ്ടും അതിൻ്റെ അനുസരിച്ചുള്ള ക്യൂട്ട്നെസ്സും കാണിക്കാൻ അടിപൊളിയാണ്. ആ പെൺകുച്ചി നല്ല അടിപൊളിയായിട്ട് അഭിനയിക്കുന്നുണ്ട് അല്ലേ. ആ സർവ്വമായിലൊക്കെ നല്ല പാളിപ്പോകുന്ന പല ഇതുകളും ആ പെൺകുട്ടി നല്ല അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് ചെയ്യുന്നു. ഫ്ലൈറ്റിങ് ചെയ്യുന്ന രീതി പറയുമ്പോൾ തന്നെ അത് ഭയങ്കരമായിട്ട് നമ്മളെ ബോറടിപ്പിക്കുന്ന സാധനമാണ്. പക്ഷേ അത് ആ കുട്ടി ചെയ്തപ്പോൾ സർവ്വമായിൽ ഹിറ്റായിരുന്നു. പക്ഷേ ഭയങ്കര രസമായിരുന്നു സംഗതി. ഈ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ്. കാരണം സിനിമ ഒരു തരത്തിലും നമ്മളെ ബോറടിപ്പിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ഭയങ്കര ഹൈ സ്പീഡ് ട്രെയിലറായിട്ട് കണ്ടത്. പിന്നെ ടൊവിനോൻ്റെ ആണെങ്കിൽ ഒരു കിടുക്കാച്ചി ലുക്കുണ്ട്. പിന്നെ നല്ല സെറ്റപ്പ് ആയിട്ടുള്ളൊരു പിന്നെ ഇതിൽ നായിക എന്ന് പറയുന്നത് ഈ കുട്ടി റിയ ഷിബുവും പിന്നെ ടൊവിനോയുടെ ഭാര്യയായിട്ട് വരുന്നൊരു പെൺകുട്ടി നല്ല അടിപൊളി ആക്ടറാണ്. നമ്മുടെ പാറ്റോട്ടിലൊക്കെ മമ്മൂട്ടിയുടെ എക്സ് വൈഫെന്നോ അങ്ങനെയൊക്കെ പറയുന്ന രീതിയിലേക്ക് വർക്ക് ചെയ്ത പെൺകുട്ടിയാണ്. ആ ഒരു ഇത്തിരി നേരം പറഞ്ഞ സിനിമയിലൊക്കെ ഈ പെൺകുട്ടിയാണ് നായിക. നല്ല അടിപൊളി ആക്ടറാണ് പെൺകുട്ടി ശരിക്കും പക്ക. അപ്പോൾ അത് ആ പെൺകൊച്ചും കൂടി ഉണ്ട് ഇതിൽ. നല്ല രസമാണ്. ഈ പെൺകുട്ടി പേരറിയത്തോണ്ടാണ് പെൺകുട്ടി എന്ന് പറയുന്നത്. അതിൽ ആ ആക്ടറും കൂടി ഉള്ളത് അത് അടിപൊളിയായിരിക്കും തോന്നുന്നു. കാരണം നല്ല ഗംഭീരമായിട്ടുള്ളൊരു ട്രെയിലർ എനിക്ക് തോന്നി. കാരണം ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു ആഘോഷപരമായി പോകുന്നൊരു ട്രെയിലറായിരിക്കും, സിനിമയായിരിക്കും വിശ്വസിക്കുന്നത്. കാരണം ഒരു പടക്കത്തിന് തീ കൊളുത്തി പോലെ ടേറ്റ് പൊട്ടി അവസാനം കൂട്ടപടി പോലെയാണ് ട്രെയിലറിൻ്റെ അവസാനം കൊണ്ട് എൻഡ് ചെയ്യിപ്പിക്കുന്നത്. അതിന് ഏറ്റവും വലിയൊരു സംഭവമായി തോന്നുന്നു. കാരണം എന്തായാലും ഡയറക്ടറിൻ്റെ ഒരു ബ്രില്യൻസും ഇതിൽ കാണാൻ പറ്റും പലപടിയും. എന്തായാലും അത് നല്ല കാര്യം തന്നെയാണ്. സിനിമ തുടങ്ങി ഇനി സിനിമ വന്ന് എങ്ങനെയായിരിക്കും ഇതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ നമ്മളിനി വെയിറ്റ് ചെയ്യണം. കാരണം ഒരു ട്രെയിലർ കണ്ടിട്ട് ഒരു സിനിമ ഒരിക്കലും നന്നായി എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് രണ്ടാണ് അല്ലേ. ഒരു സിനിമയുടെ ചെറിയ ഭാഗങ്ങൾ കാണിച്ച് നമ്മളെ കോരിത്തെരിപ്പിക്കുന്നുണ്ടാവും. പക്ഷേ സിനിമ തുടങ്ങുമ്പോൾ എങ്ങനെയാണ് കണക്ഷൻ വിട്ടിയൊക്കെ തോന്നുന്നത് ഇല്ല, അതിൻ്റെ ഒരു ഫ്ലോയൊക്കെ നമ്മൾ ഓക്കെ ആവുകയാണെങ്കിൽ അത് സിനിമ വിജയിക്കുള്ളൂ. അപ്പോൾ അതിൽ സിനിമ ബേസിൽ ജോസഫായും ടൊവിനോയും കൂടി ആയതുകൊണ്ട് തന്നെ ആ ഒരു നമുക്ക് അത്യാവശ്യം വിശ്വസിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. കാരണം ടൊവിനോയും അങ്ങനെ ഇപ്പോൾ വലിയതായിട്ട് അദ്ദേഹം സിനിമകളൊന്നും പാടാറില്ല. പിന്നെ അതുപോലെ തന്നെ ബേസിൽ ജോസഫും അങ്ങനെ അദ്ദേഹം വരുന്ന സിനിമകൾ ഒരിക്കലും പാടാറില്ല. അപ്പോൾ ആ ഒരു വിശ്വാസമാണ് ഈ സിനിമ കാണാൻ എന്നെയും പ്രേരിപ്പിക്കുന്നത്. എന്തായാലും മെയ് 14 എന്ന് പറയുന്നത് നമുക്കൊരു ആഘോഷമായി മാറാനുള്ളൊരു ദിവസമാക്കി മാറ്റാൻ അതിരടിക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതിമനോഹരമായ ട്രെയിലർ കട്ടാണ് അവരുള്ളത്. പിന്നെ അരുണിൻ്റെ അടിപൊളി ഡയറക്ഷനായിട്ട് തോന്നി. നല്ല എന്തായാലും സെറ്റപ്പ് സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ട്രെയിലറിലൂടെയാണ് ഈ ഒരു എക്സ്പീരിയൻസ്. ഈ സിനിമ കാണുമ്പോൾ മാത്രമേ ഈ സിനിമ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതെന്തായാലും നല്ലപോലെ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. കാരണം നമ്മളെ ഒരിക്കലും ടൊവിനോ തോമസും നമ്മൾ ഈ ബേസിൽ ജോസഫും നമ്മൾ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല ഇതുവരെയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു കൂട്ടുകെട്ടിലൂടെ സിനിമ ഒരു പ്രത്യേകതരം അടിയുടെ പൂരത്തിൻ്റെ പെരുമഴ പോലെയുള്ള സിനിമയായി തോന്നുന്നു. എന്തായാലും നല്ല രീതിയിൽ സിനിമ വരട്ടെ. എന്തായാലും നല്ല എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഓക്കെ ഗൈസ്, പുതിയൊരു അപ്ഡേറ്റുമായി വരുന്നതായിരിക്കും. ബൈ സി യു. ഇതിൻ്റെ മൂവിയുടെ റിവ്യൂ ഞാൻ ഇടും, എല്ലാവരും കാണണേ. ഓക്കെ ബൈ സി യു.